ഞെട്ടിപ്പിക്കുന്ന ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ മരിക്കുമെന്നാണ് സെലൻസ്കി പറയുന്നത്. അതോടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അവസാനമാകുമെന്നും സെലൻസ്കി പറയുന്നു. കീവ് ഇൻഡിപെൻഡന്റ് എന്ന മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പുടിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അതിനിടയിലാണ് സെലൻസ്കിയുടെ പരാമർശം. മാർച്ച് 26-ന് പാരീസിൽ വെച്ച് യൂറോപ്യൻ ജേർണലിസ്റ്റുകൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കിയുടെ വിവാദ പരാമർശം. കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ സംഘർഷം അവസാനിപ്പിക്കാൻ യുക്രൈനും റഷ്യയും തീരുമാനിച്ചിരുന്നു. മാത്രമല്ല, രാജ്യത്തെ ഊർജ്ജ മേഖലയെയും ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കാനും ഇരു രാജ്യങ്ങളും കരാറിലെത്തിയിരുന്നു. പിന്നാലെയാണ് സെലൻസ്കി വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. സൗദിയുടെ നേതൃത്വത്തിൽ യുഎസിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് റഷ്യയും യുക്രൈനും കരാറിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചത്. പകരമായി ആഗോള വിപണിയിൽ റഷ്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാമെന്നും യുഎസ് സമ്മതിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ റഷ്യ നേരിടുന്ന ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തുവരാൻ അമേരിക്ക പുടിനെ സഹായിക്കില്ലെന്നും സെലൻസ്കി പാരീസിൽ പങ്കെടുത്ത അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇത് ഏറ്റവും അപകടകരമായ നിമിഷങ്ങളിലൊന്നാണെന്ന് വിശ്വസിക്കുന്നതായും സെലൻസ്കി പറഞ്ഞു. പുടിൻ മരണം വരെ അധികാരത്തിൽ തുടരും. യുക്രൈനിൽ മാത്രം പുടിന്റെ ആഗ്രഹങ്ങൾ പരിമിതപ്പെടില്ല. അത് യൂറോപ്പുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ എത്തിച്ചേരുമെന്നും സെലൻസ്കി പറഞ്ഞു. പുടിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ യൂറോപ്പ് ഒന്നിച്ചു നിൽക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. പുടിൻ യൂറോപ്പും അമേരിക്കയുമായുള്ള സഖ്യത്തെ ഭയപ്പെടുന്നു. അതിനെ തകർക്കാമെന്ന പ്രതീക്ഷയിലാണ് പുടിൻ, സെലൻസ്കി ആരോപിച്ചു. സ്വന്തം മരണത്തെയും പുടിൻ ഭയപ്പെടുന്നു. അദ്ദേഹം ഉടൻ മരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. അതോടെ എല്ലാം അവസാനിക്കുമെന്നും പുടിൻ പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം അനിയന്ത്രിതമായി തുടരുകയാണ്. അതിനിടയിലാണ് ഇരു രാജ്യങ്ങളും യുഎസിന്റെ മധ്യസ്ഥതയിൽ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. കരിങ്കടൽ വഴി നീങ്ങുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുകയും ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളെ ആക്രമിക്കാതിരിക്കുകയും ചെയ്യുക എന്ന ഉറപ്പാണ് കരാറിലൂടെ റഷ്യ യുക്രൈന് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ഈ ചർച്ച വിജയകരമായെന്ന് മാത്രമല്ല, ഇത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആദ്യഘട്ട നീക്കമാണെന്ന പ്രതീക്ഷയിലാണ് ലോകം. ഈ കരാർ പ്രകാരം കരിങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് റഷ്യയോ യുക്രൈനോ ഭീഷണി ഉണ്ടാക്കില്ല. ഇത് യുക്രൈന്റെ ധാന്യ കയറ്റുമതിക്ക് വലിയ ഗുണം ചെയ്യുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ കരാറിന്റെ മറ്റൊരു പ്രധാന വ്യവസ്ഥ റഷ്യയും യുക്രൈനും ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന് തന്നെയാണ്. യുദ്ധം ആരംഭിച്ച ശേഷം യുക്രൈനിലെ വൈദ്യുതി നിലയങ്ങൾ, എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവയ്ക്ക് നേരെ റഷ്യ പലതവണ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് രാജ്യത്തെ വൈദ്യുതി വിതരണത്തെ തകർക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ഇരുട്ടിലും തണുപ്പിലും ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. അതേസമയം യുക്രൈനും റഷ്യയുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെയും പൈപ്പ് ലൈൻ സംവിധാനങ്ങളെയും തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ ധാരണ പ്രകാരം ഇരു രാജ്യങ്ങളും ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും സംരക്ഷിക്കുന്നതിനുള്ള ബാധ്യത ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ കരാർ പ്രാബല്യത്തിൽ വന്നാൽ റഷ്യയുടെ കാർഷിക വളം കയറ്റുമതിയും സാധ്യമാകും. ഇതുവഴി ആഗോള വിപണിയിൽ ഭക്ഷ്യവില കുറയ്ക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ.